മലവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാൽ മരപ്പാലം തകർന്നു. എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പിഞ്ചുകുട്ടിയെയും അമ്മയെയും ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷിക്കുന്ന പടവും വാർത്തയും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്നാൽ യഥാർത്ഥ വസ്തുത നാമും അറിയണം. കോഴിച്ചാൽ പുഴയ്ക്ക് അക്കരെ ഏകദേശം 6 കുടുംബങ്ങളാണ് ഉള്ളത്. ഇവർക്ക് കടക്കാൻ ഇവിടെ വർഷങ്ങളായി താൽക്കാലിക മരപ്പാലമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് പഞ്ചായത്ത് 4000 രൂപ അനുവദിച്ച് നൽകാറുമുണ്ട്. അതിനായി ഒരു കമ്മിറ്റിയും അതിനൊരു കൺവീനറുമുണ്ട്. പക്ഷേ തമാശ അതല്ല. ഇന്നലെ, അതായത് പാലം തകർന്ന ദിവസം, ഈ പാലം പുതുക്കി പണിതുവെന്ന് കാട്ടി കൺവീനർ 4000 രൂപ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്ഥലത്തെത്തി തകർന്ന പാലം കണ്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ചിലരൊക്കെ ഭരണകർത്താക്കളെ ക്ഷുഭിതരായി ചീത്ത വിളിച്ചു. കാരണം അത്ര പഴകിയതായിരുന്നു അത്. ഇത്രയും മോശമായ പാലം എന്തുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, നന്നാക്കിയില്ല തുടങ്ങി ശകാരവർഷം. പക്ഷേ ഈ പാലം പുതുക്കി പണിതതിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഈ കോപിഷ്ഠരാരും അറിഞ്ഞില്ല എന്നതാണ് സത്യം. പഴയ പാലത്തിൻ്റെ മുകളിൽ 1-2 വാരിക്കഷ്ണങ്ങൾ വച്ചടിച്ച് തട്ടിക്കൂട്ടി 4000 തട്ടി എന്നാണ് വസ്തുത. ഇത് വെറും നല്ല 2 കവുങ്ങ് വെട്ടിയിട്ടോ 5-6 മുള വെട്ടിയിട്ടോ നന്നാക്കിയിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ കഷ്ടപ്പാടും ദുരിതവും ഒഴിവാക്കാമായിരുന്നു. ഇതൊന്നും കൂടാതെ ഇവിടെ സ്റ്റീലിൻ്റെ പാലം നിർമ്മിക്കാനായി 12 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. വെറും 4000 രൂപയ്ക്ക് വേണ്ടി ഈ തട്ടിക്കൂട്ട് പരിപാടി നടത്തിയവർ ഒന്ന് മനസ്സിലാക്കുക. ഈ പാലത്തിലൂടെ ആളുകൾ കടക്കുമ്പോഴാണ് പൊട്ടി വീണിരുന്നുവെങ്കിൽ നഷ്ടം ആർക്കാണ്? സ്വന്തക്കാർ ആയിരിക്കില്ലേ അപകടത്തിൽപ്പെടുന്നത്? ഇതെങ്കിലും മനസ്സിലാക്കാമായിരുന്നില്ലേ?